ഓപ്പോയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പോ A33 2020. ഈ ഫോൺ വരുന്നത് 12,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ A33 2020 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓപ്പോ A33 2020 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ HD റെസൊല്യൂഷനാണ് വരുന്നത്. LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഓപ്ഷൻസ് കുറേ വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊക്കെ ഓൺലൈൻ ഫോണുകളാണ്. ഓഫ്ലൈൻ മാർക്കറ്റിൻ്റെ കാര്യം മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും HD റെസൊല്യൂഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഓഫ്ലൈൻ മാർക്കറ്റിൽ മാത്രമല്ല, ഈവൻ ഓൺലൈൻ മാർക്കറ്റിൽ വരെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അധിക ഫോണുകളിലൊന്നും നമുക്ക് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ കിട്ടുന്നില്ല. ഇപ്പോൾ റിയൽമി 7 എന്ന ഫോണിൽ മാത്രമാണ് 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഫോൺ വരുന്നത് 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഏകദേശം 89.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ 3D ഇറിഡിസൺ വേവ് ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. പിന്നെ ഈ ഫോൺ 2 കളർ വേരിയൻസിൽ വരുന്നുണ്ട്. മൂൺലൈറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ മിന്റ് ക്രീമും. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 186 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.4 mm ആണ്. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 460 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇത് ഓഫ്ലൈൻ ഫോണാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പ്രോസസ്സറും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഫോണിൽ 3 GB റാമാണ് വരുന്നത്. അതുപോലെ 32 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ മിനിമം 4 GB റാമും അതുപോലെ 64 GB ഇൻറ്റേർണലും നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഈ ഫോണിൽ അത്രയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേണ്ടത് ബെസ്റ്റ് പെർഫോമൻസും അതുപോലെ തന്നെ ബെസ്റ്റ് ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ വേറെ വരുന്നുണ്ട്. അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്ന് വിചാരിച്ചിട്ട് ഈ ഫോണിൽ ഗെയിം കളിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നുമല്ല. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് വരുന്ന ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ Adreno 610 എന്നുള്ള GPU ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. LPDDR4Xൻ്റെ റാമുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ UFS 2.1 സ്റ്റോറേജ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊന്നും കാണാത്തൊരു ഫീച്ചറാണ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്നുള്ള ഫീച്ചർ. പിന്നെ ഈ ഫോണിൽ ഡയറാക്ട് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള കളറോയ്സ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ഓഫ്ലൈൻ ഫോണുകളിലും ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പല ഓഫ്ലൈൻ ഫോണുകളിലും കാണാറുള്ളത് പോലെ മൈക്രോ USB ചാർജിംഗ് പോർട്ട് അല്ല ഈ ഫോണിൽ വരുന്നത്. അപ്പോൾ അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു സ്പെസിഫിക്കേഷനൊക്കെ കേട്ടപ്പം പലർക്കും തോന്നിയിട്ടുണ്ടാവും ഓപ്പോ A53 എന്ന ഫോണിലും ഇതേ സ്പെസിഫിക്കേഷനല്ലേ വരുന്നത് എന്നുള്ളത്. സംഭവം ശരിയാണ്. ഓപ്പോ A53 എന്ന ഫോണിലും ഏകദേശം ഇതേ സ്പെസിഫിക്കേഷനാണ് വരുന്നത്. കാര്യമായിട്ട് സെൽഫി ക്യാമറയുടെ കാര്യത്തിലേ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ ഓപ്പോ A53 എന്നുള്ളത് 4 GB റാം വെർഷനും അതുപോലെ തന്നെ ഓപ്പോ A33 എന്നുള്ളത് 3 GB റാം വെർഷനുമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഓപ്പോ A33 പുതിയൊരു ഫോൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു റീബ്രാൻഡഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. പിന്നെ ഈ ഫോണിൻ്റെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 11,990 രൂപയാണ്. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അപ്പം പുറത്ത് ഷോപ്പുകളിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്നും ഈ ഫോൺ നമുക്ക് മേടിക്കാവുന്നതാണ്.
അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ മാർക്കറ്റിൽ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണാത്ത 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അതുപോലെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ പുറത്ത് ഷോപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫോൺ മേടിക്കണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ മാർക്കറ്റിൽ മേടിക്കാൻ പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്തൊരു ഫോണാണ് Oppo A33 2020. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.